ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോക്ക് സ്വാഗതം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് വെച്ചാൽ ഇൻട്രാഡേ ആയിട്ട് എങ്ങനെ സ്റ്റോക്ക് ബൈ ചെയ്യാം, അതേപോലെ സ്റ്റോക്ക് എങ്ങനെ സെല്ല് ചെയ്യാം എന്നാണ് നോക്കുന്നത്. അതും ഗ്രോയിൽ. ഓക്കെ, ഗ്രോ ഡിമാറ്റ് അക്കൗണ്ടിൽ നമുക്ക് എങ്ങനെ സ്റ്റോക്ക് ബൈ, അതായത് ഇൻട്രാഡേ ആയിട്ട് സ്റ്റോക്ക് ബൈ ചെയ്യാനും അതേപോലെ ഇൻട്രാഡേ ആയിട്ട് സ്റ്റോക്ക് സെല്ല് ചെയ്യാനും എങ്ങനെ പറ്റും, ഈ കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ദെൻ നമ്മൾ ഗ്രോൻ്റെ ഒരു സീരീസ് തന്നെ തുടങ്ങിയിട്ടുണ്ട്. ദെൻ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന മുതൽ സ്റ്റോക്ക് ബൈ ചെയ്യുന്ന മുതൽ അങ്ങനെ എക്സ്പേർട്ട് കാര്യങ്ങളെല്ലാം എന്ത് കൊടുക്കുന്ന ഒരു സീരീസ് തന്നെ തുടങ്ങിയിട്ടുണ്ട്. ദെൻ നിങ്ങൾക്ക് അതിൻ്റെ പ്ലേ ലിസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ എന്ത് ചെയ്യാം, ലാസ്റ്റ് എൻഡ് കാർഡ് കാര്യങ്ങളാക്കിയിട്ട് കൊടുക്കാം. ഓക്കെ, ദെൻ നിങ്ങളെല്ലാവരും അത് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ദെൻ ഫസ്റ്റ് ടൈം നമ്മുടെ ചാനലും കാര്യങ്ങളൊക്കെ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യാം. ഓക്കെ, ദെൻ നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെ ബൈ ചെയ്യാം, അതുപോലെ ഇൻട്രാഡേ ആയിട്ട് എങ്ങനെ സെൽ ചെയ്യുക, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ദെൻ നിങ്ങൾ എന്ത് ചെയ്യണം, ഫസ്റ്റ് ടൈം തന്നെ നമുക്ക് ആവശ്യമുള്ളത് എന്താണ്, ഒരു സ്റ്റോക്ക് നമ്മൾ സെലക്ട് ചെയ്യണം. ഓക്കെ, നമ്മൾ എല്ലാ കാര്യത്തിലും നമുക്ക് എന്താ, ഫസ്റ്റ് നമുക്ക് സ്റ്റോക്ക് സെലക്ട് ചെയ്യണം. ദെൻ നമ്മൾ എന്ത് ചെയ്യാം, നിഫ്റ്റി അണ്ടറിലുള്ള സ്റ്റോക്ക് തന്നെ എടുക്കാം. ദെൻ HDFC ബാങ്ക് നമുക്ക് കൊണ്ട് ചെയ്യാം, സെലക്ട് ചെയ്യാം. ഓക്കെ, ദെൻ HDFC ബാങ്ക് ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഇതൊരിക്കലും ഒരു സ്റ്റോക്ക് റെക്കമെൻഡേഷനില്ല, ബൈ ആൻഡ് സെൽ റെക്കമെൻഡേഷനില്ല. ഓക്കെ, ഇത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ദെൻ നമ്മളിവിടെ ബൈ ചെയ്യാൻ നോക്കി, നമുക്കിവിടെ നേരെ ബൈ കൊടുക്കാം. ദെൻ ബൈ കൊടുക്കുമ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ ഇവിടെ വരുന്നത് കാണാം, നിങ്ങൾക്ക് അല്ല മൂന്ന് ഓപ്ഷൻ വരുന്നത് കാണാം. ദെൻ ഡെലിവറിയിലായിട്ട് വരുമ്പോൾ ഫസ്റ്റ് ഡെലിവറി വരും. ദെൻ സെക്കൻഡ് വൺ വരുന്നത് ഇൻട്രാഡേ ആയിട്ട് വരുന്നുണ്ട്. തേർഡ് വൺ NTF എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ കൂടെ വരുന്നുണ്ട്. ഓക്കെ, ദെൻ നമുക്ക് ഇപ്പോൾ ഇൻട്രാഡേനെ കുറിച്ച് പറയാം. ദെൻ അടുത്തതായിട്ട് അടുത്തൊരു വീഡിയോയിൽ ഞാൻ എന്ത് ചെയ്യാം, MTF എന്താണ്, ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് പറഞ്ഞുതരാം. ഓക്കെ, ദെൻ നമുക്ക് ഇൻട്രാഡേൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. ദെൻ ഫസ്റ്റ് നമ്മൾ ഇൻട്രാഡേ ആകുമ്പോൾ നമുക്ക് എത്ര ക്വാണ്ടിറ്റി ആണ്, ഇപ്പോൾ നമ്മൾ ഏത് സ്റ്റോക്ക് എടുക്കുകയാണെങ്കിൽ എത്ര ക്വാണ്ടിറ്റി നമുക്ക് വേണം. ദെൻ 50 ക്വാണ്ടിറ്റി ഞാൻ ഇവിടെ അടിക്കുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോക്കാം. ദെൻ മാർക്കറ്റ് പ്രൈസ് ഇപ്പോൾ നടക്കുന്നത് 984 രൂപയാണ്. ഓക്കെ, ദെൻ 980-നാണ് ഞാൻ വാങ്ങുന്നത് വരിക. ഓക്കെ, ദെൻ 50 ക്വാണ്ടിറ്റിക്ക് എനിക്ക് 50 ക്വാണ്ടിറ്റിക്ക് എനിക്ക് ആകെ ചിലവ് വരുന്നത്, അതായത് എൻ്റെ ക്യാപിറ്റൽ വരുന്നത് 9864 രൂപയാണ്. ഓക്കെ, 64, അതായത് 9864 രൂപയാണ് എൻ്റെ ക്യാപിറ്റൽ വരുന്നത്. ഓക്കെ, ദെൻ ഞാനത് ഡെലിവറി ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് എത്ര രൂപ വരും, 49,108 രൂപ വരും. മനസ്സിലായി? അപ്പോൾ ഇൻട്രാഡേക്ക് നമുക്ക് ലിവറേജ് കിട്ടുന്നതുണ്ടോ, എത്ര ലിവറേജ് കിട്ടുന്നത്, അത്യാവശ്യം നല്ല ലിവറേജ്, അത് 5x നമുക്ക് ലിവറേജ് കിട്ടുന്നുണ്ട്. എന്തിനും ഇൻട്രാഡേ. ഓക്കെ, ഇൻട്രാഡേക്ക് മനസ്സിലായില്ലേ, നമുക്ക് 49,000 രൂപക്ക് നമ്മൾ വാങ്ങുന്ന സ്റ്റോക്കാണ് നമുക്ക് എന്ത് ചെയ്യും, ഇൻട്രാഡേ ആയിട്ട് നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, 9,000 രൂപക്ക്, അതായത് 10,000-ൻ്റെ ഉള്ളിൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, എന്താണ് ഇൻട്രാഡേ? ഇൻട്രാഡേ എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് 9:15 നമ്മൾ മാർക്കറ്റ്, അതായത് നമ്മളൊരു എഗ്രിമെന്റ് സൈൻ ചെയ്യണം. അതായത് ഇന്ന് 9:15 മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ദെൻ 3:30 അല്ലെ 3:15 വരെ ആകുമ്പോഴത്തേന് ഞാൻ ഈ ഒരു സ്റ്റോക്ക് എല്ലാം വിൽക്കും എന്ന് പറഞ്ഞിട്ടാണ് കൊടുക്കുന്നത്. മനസ്സിലായില്ലേ? അതായത് 9:15 നമ്മൾ വാങ്ങിയ സ്റ്റോക്ക് ദെൻ 3:15-ൻ്റെ ഉള്ളിലാകുമ്പോഴത്തേനും 3:15 നമ്മൾ ഈ സ്റ്റോക്ക് എല്ലാം വിൽക്കും എന്ന് പറഞ്ഞിട്ടാണ്, ഇത് നമ്മൾ ബ്രോക്കറിനോട് എഗ്രിമെന്റ് ചെയ്തിട്ടാണ് ഈ സ്റ്റോക്ക് എല്ലാം ഇൻട്രാഡേയിൽ നമ്മൾ ബൈ ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഇൻട്രാഡേ സ്റ്റോക്ക് ബൈ കാര്യങ്ങൾ ഇങ്ങനെ വരുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ലിവറേജിൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായിരിക്കും. നമുക്ക് ലിവറേജ് കിട്ടുന്നത് 5x ആണ്. ദെൻ ലിവറേജിൻ്റെ കാര്യങ്ങൾ, എക്സാമ്പിൾ കാര്യങ്ങളൊക്കെ നമ്മൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്കെ, ദെൻ നിങ്ങൾക്ക് ഇവിടെ എന്ത് ചെയ്യാം, നമ്മളെ സ്റ്റോക്കിൻ്റെ ക്വാണ്ടിറ്റി കാര്യങ്ങൾ കൊടുക്കാം. ദെൻ എൻട്രി പ്രൈസ് കൊടുക്കാം. ദെൻ നിങ്ങൾക്ക് കാണാം ആഡ് ടാർഗറ്റ് ആൻഡ് ആഡ് സ്റ്റോപ്പ് ലോസ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. ദെൻ ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വേണമെങ്കിൽ കൊടുക്കാം. സ്റ്റോപ്പ് ലോസ് ഞാൻ 950 കൊടുത്ത് ചോദിച്ചു. ദെൻ ടാർഗറ്റ് 1100 ഞാൻ ടാർഗറ്റ് കൊടുത്തു. ദെൻ നേരെ ഇവിടെ ഇപ്പോൾ ആഡ് മണി എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്, ഈ ആഡ് മണീൻ്റെ അവിടെ നിങ്ങൾക്ക് ബൈ എന്ന് പറഞ്ഞ ഓപ്ഷൻ വരും. ഓക്കെ, ദെൻ ജസ്റ്റ് ബൈ കൊടുക്കാം. ബൈ കൊടുത്താൽ നേരെ നിങ്ങൾക്ക് ഈ ഒരു ഓർഡർ കിട്ടുന്നതാണ്. ലിമിറ്റ് ഓർഡറിൽ ആരും കൊടുക്കാൻ നോക്കാം. ഒരിക്കലും മാർക്കറ്റ് ഓർഡറിൽ നിങ്ങൾ ആരും സ്റ്റോക്കോ കാര്യങ്ങളോ ഒന്നും വാങ്ങരുത്. എല്ലാവരും ലിമിറ്റ് ഓർഡറിൽ കാര്യങ്ങൾ കറക്റ്റായിട്ടുള്ള അനലിസിസും കാര്യങ്ങളും സപ്പോർട്ടൊക്കെ നോക്കിയിട്ട് നല്ലൊരു മൊമെൻറ്റും കാര്യങ്ങളും കിട്ടും എന്നുള്ള പ്രതീക്ഷ ഉണ്ടെങ്കിൽ മാത്രമേ എൻട്രി എടുക്കാം. ചുമ്മാതെ ആരും പോയിട്ട് എൻട്രിയോ കാര്യങ്ങളോ ഒന്നും എടുക്കരുത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇൻട്രാഡേയിൽ നമുക്ക് സ്റ്റോക്ക് ബൈ ചെയ്യാം. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഇൻട്രാഡേ എന്ന് പറഞ്ഞാൽ ഇന്ന് രാവിലെ നമ്മൾ വാങ്ങി ഇന്ന് തന്നെ 3:15 ആകുമ്പോഴത്തേന് നമ്മൾ ആ സ്റ്റോക്ക് വിൽക്കണം. ഓക്കെ, അങ്ങനെ അഗ്രിമെന്റ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണം, ആ ഒരു എൻട്രി എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കും. ദെൻ ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കാവുന്നതാണ്. ഓക്കെ, ദെൻ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ.
അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യണം, ഇൻട്രാഡേ സ്റ്റോക്ക് കാര്യങ്ങൾ വാങ്ങുന്നത്. ദെൻ ഞങ്ങൾ കാണിച്ചു തന്നിട്ടുണ്ട്, എക്സാമ്പിൾ കാണിച്ചു തന്നിട്ടുണ്ട്. ദെൻ ഞങ്ങൾ കാണിച്ചത് ഒന്നും കൂടി കാണിച്ചു തരാം. ദെൻ ഇതിൽ തന്നെ, അതായത് HDFCൻ്റെ സ്റ്റോക്ക് തന്നെ കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ നോക്കിയാൽ കാണാം, ഡെലിവറിയിൽ നമ്മളൊരു 40 സ്റ്റോക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 40,000 രൂപ വരുന്നുണ്ട്. ഓക്കെ, 40,000 രൂപ വരുന്നുണ്ട്. ദെൻ ആ 40 സെയിം ക്വാണ്ടിറ്റി, ദെൻ 1004 രൂപയ്ക്ക് സെയിം പ്രൈസ് സെയിം ക്വാണ്ടിറ്റി ആണെന്നുണ്ടെങ്കിൽ ഇൻട്രാഡേ ആയിട്ട് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര രൂപ വരുന്നു? 8,000 രൂപയെ വരുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രൈസിൻ്റെ ഡിഫറൻസ് കണ്ടില്ലേ? അപ്പോൾ നമുക്ക് എത്രയാണ് ഇൻട്രാഡേ ആകുമ്പോൾ നമുക്കുള്ള ലാഭം? നമുക്ക് ഏകദേശം 32,000 രൂപ അവിടെ ആവശ്യമില്ല, മനസ്സിലായില്ലേ? അപ്പോൾ ഇൻട്രാഡേ ആയിട്ട് എടുക്കുമ്പോൾ ഇത്രയും ലിവറേജ് നമുക്ക് കിട്ടും. നമുക്ക് കിട്ടിയ ലിവറേജ് ആണ് 32,000 രൂപയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് കിട്ടുക. ദെൻ ക്വാണ്ടിറ്റി 40 ക്വാണ്ടിറ്റി നമ്മൾ എടുക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ട്രേഡും കാര്യങ്ങളും ഈ രീതിയിൽ ട്രേഡും കാര്യങ്ങളൊക്കെ. ദെൻ ആഡ് ടാർഗറ്റ് സ്റ്റോപ്പ് ലോസ് കാര്യങ്ങൾ പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. ദെൻ ഇതൊക്കെ കറക്റ്റ് ഫിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ബൈ കൊടുത്താൽ മതി, ഓർഡറോടെ പ്ലേസ് ആവുന്നതാണ്. ഓക്കെ, ദെൻ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഫുള്ളായിട്ട് ഇഷ്ടപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം, അതേപോലെ വീഡിയോ ലൈക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളെല്ലാവരും ശ്രദ്ധിക്കാം, നല്ല രീതിക്ക് മുന്നോട്ട് പോവാം. എല്ലാവർക്കും നല്ല രീതിക്ക് ട്രേഡും കാര്യങ്ങളും എടുത്ത് നല്ല രീതിക്ക് വിജയിക്കാൻ പറ്റട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ ഒരു സെഷൻ ഇവിടെ അവസാനിക്കുകയാണ്. ഓക്കെ, ബൈ.